ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തേക്ക് അവർക്കും സ്വാഗതം. ഡിസംബർ 15 തൊട്ട് 30 വരെയുള്ള ഒരു കാലയളവിലുള്ള ഒരു 15 ദിവസത്തെ ഫലമാണ് പറയുന്നത്. ധനുരാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും കൂടി ചേരുന്ന ധനുരാശിക്കാർക്ക് രാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനും ബുധനും 3 അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ശനി, 4-ാം ഭാവത്തിൽ രാഹു, 5-ാം ഭാവത്തിൽ വ്യാഴം, അതേസമയത്ത് 10-ാം ഭാവത്തിൽ കേതുവും 11-ാം ഭാവത്തിൽ ശുക്രനും 12-ാം ഭാവത്തിൽ ചൊവ്വയുമാണ് നിൽക്കുന്നത്. ഉദ്ദിഷ്ട കാര്യ സാധ്യതയ്ക്ക് ഉദ്ദിഷ്ടകാര്യം എന്ന് വെച്ച് പറഞ്ഞാൽ ഇതുവരെ നടക്കാത്ത ഒരു ഉദ്ദിഷ്ട കാര്യം ഇപ്പോൾ നടക്കാൻ പോകുന്നുണ്ട് എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്. അത് ഉദ്ദിഷ്ടകാര്യം എന്ത് കാര്യമായിരിക്കും എന്ന് ചിന്തിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണ് കാണുന്നത്. വിദേശ സംബന്ധമായിട്ടുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ഗവേഷണ സംബന്ധമായിട്ടുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അതുപോലെ വിദേശ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ബുദ്ധി സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നതിനും IT സംബന്ധമായിട്ടുള്ള മേഖലകളും കമ്പ്യൂട്ടർ ശൃംഖലകൾക്കും പെരുമാറ്റ രീതികൾക്കും സ്നേഹവർദ്ധനവിനും സാധ്യത കൂടുതലായി കാണും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങൾ മൂർദ്ധിച്ച് ഇരിക്കുന്നവർക്കെല്ലാം കുറച്ച് 20-ാം തീയതിക്ക് ശേഷം, അതായത് ഡിസംബർ 20-ാം തീയതിക്ക് ശേഷം കുറച്ച് അയവ് വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. കുടുംബത്തിൽ കുറച്ച് സമാധാനം തിരിച്ചു കിട്ടി എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ടാവും. സഹായഹസ്തങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു പരീക്ഷണ ഘട്ടമാണ് എന്ന് ചിന്തിക്കുക. കാരണം ധനുരാശിക്കാർക്ക് എല്ലാവർക്കും ഇപ്പോൾ പൊതുവെ അനുകൂല സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലവരെല്ലാം വിളിച്ച് പറയുന്നത് പ്രതികൂല സമയമാണ്, ഞങ്ങൾക്ക് യാതൊന്നും അനുഭവത്തിൽ വരുന്നില്ല എന്നാണ് പറയുന്നത്. ആ അനുഭവത്തിൽ വരാത്തത് പലതും നോക്കുമ്പോൾ ജാതകത്തിൽ ശരിയില്ലാത്ത അവസ്ഥയാണ് കണ്ടിരിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ആ അവസ്ഥയുണ്ടെങ്കിൽ ഈ അനുഭവങ്ങൾ ഈ ഫലത്തിൽ വരണമെന്നില്ല. പക്ഷേ ഇരുന്നാൽ ഇതിനേക്കാളും കുറച്ചുകൂടി ദുഃഖങ്ങൾ വരേണ്ടത് അനുഭവിച്ച് കുറയുണ്ടാകും. ചുരുക്കി പറയുകയാണെങ്കിൽ ഏതെങ്കിലും ദശാകാലത്ത് ഉചിതപരമായിട്ടുള്ള ദശയായിക്കോട്ടെ, അതിൽ കേതുവിൻ്റെ അപകാരം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അനുഭവ ഫലങ്ങൾ കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കേതു കെടുത്തുന്ന ആളാണെങ്കിലും യോഗകാരകനാണെങ്കിലും അത് നേട്ടങ്ങളിനെ കൊണ്ടുവരാൻ മനസ്സിനെ കടിച്ചു പിടിച്ച് നിർത്തിക്കൊണ്ട് അത് വെപ്രാളപ്പെടുത്തിക്കൊണ്ട് കഠിനപരമായിട്ടുള്ള ദുഃഖങ്ങളെ പിടിച്ച് നിർത്തിക്കൊണ്ട് പരീക്ഷണ ഘട്ടത്തിൽ കൂടെ കൊണ്ടുപോകുന്ന പറയണത്. സന്താനങ്ങൾ മൂലം കുറച്ച് അനുകൂലങ്ങൾ വരുവാനുള്ള സാധ്യത മാതാവിന് കാണുന്നുണ്ട്, പിതാവിന് അത് കാണുന്നില്ല. അതേസമയത്ത് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവർക്ക് പരാജയങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഭൂമി വാങ്ങിക്കുക, ഭൂമി വിൽക്കാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വീഴ്ചകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഉചിതപരമായിട്ടുള്ളൊരു സമയമാണ്. തടസ്സങ്ങളെല്ലാം മാറി നിർമ്മാണ പ്രവർത്തനത്തിനുള്ള ചില സിനിമകളെല്ലാം മൂവികളെല്ലാം തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്ന അവസ്ഥയിൽ നിന്നെല്ലാം മാറി അതെല്ലാം അനുകൂലപരമായിട്ട് വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ ഇവർക്ക് കണ്ടുവരുന്നുണ്ട്. അതിൽ ഇവർ വിജയം കൈവരിക്കും എന്നതിൽ യാതൊരുവിധ സംശയം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നേട്ടങ്ങളുടെ ഒരു കൈവരിക്കൽ തന്നെ വരുവാനുള്ള സാധ്യതയുണ്ട്. കർമ്മ പുരോഗതി ഉണ്ടാവും. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങളുണ്ടാവും. മെക്കാനിക്കൽ സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും ഇരുമ്പ് മേഖല, സ്റ്റീൽ സംബന്ധമായിട്ടുള്ള മേഖല, എഞ്ചിനീയർ മേഖല, അതുപോലെ മോട്ടോർ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഗുണങ്ങളുണ്ടാവും. അതുപോലെ ഷെയർ മാർക്കറ്റ് പങ്കെടുക്കുന്നവർക്കെല്ലാം കുറച്ച് ഗുണങ്ങൾ 20-ാം തീയതിക്ക് ശേഷം വരുവാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് ബുദ്ധിയോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ വിജയം കൈവരിക്കാൻ പറ്റും എന്നുള്ള സാധ്യത കൂടുതലായിട്ടും കാണുന്നുണ്ട്. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഒരു ഗതി ഒന്ന് മാറ്റം വരുന്നുണ്ട് ഈ സമയത്ത്. അതായത് അശ്വതി നക്ഷത്രത്തിൽ നിന്നും ഭരണി നക്ഷത്രത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ വന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് കാരണം കൊണ്ട് തന്നെ അതിലൊരു മാറ്റങ്ങൾ വരുവാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ടും തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഗുണാനുഭവങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. വിഘ്നങ്ങൾ, തടസ്സങ്ങളെല്ലാം മാറി വരും എന്ന് തന്നെ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു പരിഹാരം എന്ന് വെച്ച് പറഞ്ഞാൽ ഭഗവതിക്ക് കഠിന പായസം നടത്തുക, ഭാഗ്യസൂക്തി നടത്തുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയായി, അതായത് ശുഭഫലമായി വരും. നമസ്കാരം.